കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് കിടക്കയും കട്ടിലുമില്ല. കട്ടിലില്ലെന്ന കാരണം പറഞ്ഞ് ആംബുലൻസിൽ വന്ന പല രോഗികളെയും ആശുപത്രി അധികൃതർ മടക്കി അയച്ചു. അത്യാസന്ന നിലയിൽ വന്ന രോഗികളെ പോലും ചികിത്സിക്കാൻ കൂട്ടാക്കാതെ മടക്കി അയക്കുകയായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ വാർഡിലെ തറയിൽ കിടക്കുന്ന രോഗികളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട്. പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ഇപ്പം ഞങ്ങൾ എൻ്റെ മോനായിട്ട് ബെഡില്ലാണ്ട് താഴത്താണ് കിടന്നത്. കിടക്കുണ്ടാവും, കട്ടിലുണ്ടാവില്ല. ബെഡില്ലാത്തതുകൊണ്ട് വേണേ വേറെ ആശുപത്രി പൊക്കോന്നാണോ ഇവിടുന്ന് പറഞ്ഞത്? അതെ, ബെഡില്ലാത്തതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് വേണേൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിങ്ങനെ എൻ്റെ മോനായിട്ട് ഇവിടെ തന്നെ കിടന്നോളാം. മോന് നല്ല ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ മതിയെന്ന് പറഞ്ഞ് ഇവിടെ തന്നെയാണ് കിടത്തിയിരുന്നത്. ഞങ്ങൾ മാത്രമല്ല, കുറേ പേരുകളുണ്ടായിരുന്നു. ഇനി ലിഫ്റ്റിൻ്റെ അവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് കിടക്കണമൊക്കെ ഉണ്ടായിരുന്നു. പലരെയും ബെഡില്ല എന്ന് പറഞ്ഞ് മടക്കി വിടുന്നുണ്ടല്ലേ? ഉണ്ട്. പലരും ബെഡില്ലാന്ന് മടക്കി വിടുന്നുണ്ട്. നമുക്കൊപ്പം അഞ്ജന അനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന അനിൽ, ഗുഡ് മോർണിംഗ്. അഞ്ജന അനിൽ, എന്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത്? ആവശ്യത്തിന് കട്ടിലും കിടക്കയും ഒന്നും ഇല്ലേ? രോഗികളെ അതിന്റെ പേരിൽ പുറത്താശുപത്രിയിലേക്ക് വിടുകയാണോ? അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളൊക്കെ ഉണ്ട്. എന്താണ് അവർ പറയുന്നത് അഞ്ജന? ഗുഡ് മോർണിംഗ് അരുൺ. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. കിടക്കയില്ല, കട്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്ന രോഗികൾക്ക് ചികിത്സ നൽകാതെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്നലെ അത്യാസന്ന നിലയിൽ ഒരു രോഗി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. എന്നാൽ അവിടെ കിടക്കയില്ല അല്ലെങ്കിൽ കട്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗിയെ മടക്കി അയക്കുകയായിരുന്നു. അത്യാസന്ന നിലയിലെത്തിയ രോഗിയാണ്. ഒരു പ്രാഥമിക ചികിത്സ നൽകാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഇതേ ചൊല്ലി രോഗിയുടെ ബന്ധുക്കളും ആശുപത്രി അധികൃതരും തമ്മിൽ ഇന്നലെ അവിടെ ഒരു തർക്കവും നടന്നിരുന്നു. കൂടാതെ പല രോഗികളും അവിടെ വാർഡിൽ തറയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലർക്കും കിടക്കാനുള്ള ഒരു സൗകര്യമില്ല. ഇന്നലെ നമ്മൾ വാർഡടക്കം സന്ദർശിച്ചതാണ്. പലരും തറയിൽ ഒരു ഷീറ്റ് മാത്രം വിരിച്ച് കിടക്കുന്നവരുണ്ട്. അതല്ലാതെ ഒരു കട്ടിലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നവരുണ്ട്. ഈ അസുഖമുള്ളവരാണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ ആശുപത്രി അധികൃതർ ഇവർ ചെല്ലുമ്പോൾ പറയുന്നത് ഇവിടെ കട്ടിലില്ല, അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പലരും അവർക്ക് സൗകര്യം ഈ ഒരു ആശുപത്രിയിലായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ തറയിലെങ്കിൽ തറയിൽ ചികിത്സ കിട്ടാൻ വേണ്ടി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ചേച്ചിയുടെ മകന് പനി കൂടിയിട്ടാണ് ആശുപത്രിയിൽ എത്തിയത്. അപ്പോൾ നല്ല ടെമ്പറേച്ചറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ തറയിൽ കിടക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെയാണ് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പോലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ രോഗികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പരിചരണം കിട്ടേണ്ട ഒരു സമയമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഇവർക്ക് ബന്ധപ്പെടേണ്ടതാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. രോഗികളുടെ എണ്ണം കൂടിയതാണോ കിടക്കയും വിരിപ്പും ഇല്ലാതാവാനുള്ള കാരണം? അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എങ്ങനെയാണെങ്കിൽ കിടക്കയുടെയും കട്ടിലിന്റെയും ഒക്കെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് അഞ്ജന അനിൽകുമാറിനോട് അവിടുത്തെ രോഗികൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.